എന്നെ
നിന്റെ വചനം എന്റെ കാലുകൾക്ക് എന്റെ ഊരുകൾക്ക് പ്രകാശമാകും. എന്റെ നീതികൾ പ്രമാണിക്കുന്നതിനാൽ ഞാൻ ആണെന്ന് നിശ്ചയിച്ചു. ഞാൻ എന്നെ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവേ, എന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായുകൾ ഇഷ്ടപ്പെട്ട നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്നാൽ അവന്റെ പാദങ്ങളെ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും നീ കർത്താവാകുന്നു. ദൈവമേ, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ ൃഭാവതി സവിധം സഹവും ശാന്തിയും ഉലരുന്നു. വാഴട്ടതിനാൽ സദയം കീഴട്ടെ സകല നിവാസങ്ങളിൽ പരിശുദ്ധിൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭേപുകൾ ചെയ്യും ഒരു നാളും മാഞ്ഞു പോകാത്തതായ നല്ലൊരു ഔന്നത്യവും തന്റെ വായിച്ച തന്റെ ശ്രേഷ്ഠതയ്ക്ക് മനാലയാക്കി തീർക്കുകയും തനിക്ക് ചെയ്യപ്പെട്ട സഭയിൽ അവരെ ആഘോഷിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താശ്രീ തനിക്ക് പരിശുദ്ധതയും മാതാവിന്റെ മണികളെ ആയുസിന്റെ നായികയും സുഖീബഹുമാനും ആരാധനയും അങ്ങനെ യോഗ്യമാകുന്നു. വിശ്വാസമുള്ള എന്റെ സഹോദരങ്ങളെയും പാവങ്ങളെയും വായിച്ച് അതിനാൽ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും നേതാക്കന്മാരെയും അൽപ്പാന്മാരെയും വാങ്ങിപ്പോയവരെയും വിശുദ്ധിയും വിശ്വാസങ്ങളെയും നീ ഓർത്തുകളെയും ദൈവമാതാവിയെയും ആശ്രയിച്ച് ഞങ്ങളുടെ രാജാവായ നീ ആയിരിക്കണമേ. എന്റെ കർത്താവെ, ഞങ്ങളോട് തിരുമല ചെയ്ത് ഞങ്ങളെ ഞങ്ങളെ സഹായത്തെ രക്ഷിച്ച് ചെയ്യണമേ. ദൈവമേ, സമാധാനം അവസാനത്തിന് എല്ലാവരെയും യോഗ്യരാക്കണമേ. ജീവിതവും സാധാരണമായ ക്രിസ്തീയ പോലെ ഞങ്ങൾക്ക് സജ്ജനമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ ഞങ്ങളുടെ ക്രിസ്തീയ സ്തോത്രം കരുതുന്നു. അടയ്ക്കപ്പെട്ട വാതിൽ പരിശുദ്ധ കന്യകയുമായി മാതാവിനെ ഓർക്കുന്നു. ആകെയാകമാരെല്ലാം കൂട്ടങ്ങളെ
നിങ്ങളെ ഞാൻ പുകഴ്ത്തി പ്രാഭവപ്പെടുത്തുമാറാകണമേ. എൻ്റെ നാഥനും മാതാവായിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അവളുടെ ദർശനപ്രകാരം ഞങ്ങളെ നിനക്ക് ഭാഗ്യം. രാജ്യം അവസാനിക്കാത്ത രാജാചാര്യ കൊണ്ടാകമേ നിനക്ക് ഭാഗ്യം. എൻ്റെ പുത്രന്മാരെ രക്ഷിക്കപ്പെടുന്നതായ എല്ലാവരും നിനക്ക് ഭാഗ്യം. നിങ്ങൾ സ്തോത്രശബ്ദങ്ങളാക്കി ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ പ്രാർത്ഥന ക്ഷമിക്കപ്പെടുകയും വിശ്വാസമായി പോയ സ്വർഗീയ ആനന്ദത്തിൽ വിശ്രമിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ നിയമിച്ച ഞങ്ങളുടെ കർത്താവായ ശിശുവായിരിക്കും ഭാഗ്യം. ദൈവത്തിൻ ജനനി കന്യകമറിയാമേ ഭവിക്കട്ടെ. പരിമളദൂപയുധം വൈദികമൽപാന്മാർ നീതിയിൽ പ്രിയ സിദ്ധ ഓർമ്മ ഭവിക്കട്ടെ. സ്മരണ വരദായകമാക പ്രാർത്ഥന ഞങ്ങൾ സവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാവിൽ സുഖപരിമളധൂപം നിവയർക്കോ ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സഹദേവക്കും പുനരുദ്ധാരദിനേ. മസിഹായെ കാണാൻ കാക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകളും ഉന്നത പദമേറി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. തുണ ചെയ്യുക നാഥ രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. വശികാസന സവിധേ ഹൃദിവിശ്വാസികളാശ്രയിക്കട്ടെ. സൗന്ദര്യങ്ങളുടെ കൃത്യയാൽ ദൈവത്തിന് ഗൃഹോപരം ആദരവായിത്തീർന്ന അവിവാഹിതമാട്ടെ കാലത്തിൽ നിന്റെ ജനിച്ചവരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പരിമളത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച് കൈക്കൊള്ളപ്പെടുവാനാകണമേ. തന്റെ ഭവനത്തിൽ പ്രത്യക്ഷ ദിവസങ്ങൾ തന്റെ പ്രഭാതങ്ങൾ നടത്തുകയും മുഖപ്രസാദത്തോടെ നിനക്ക് ഇന്നലെ വിലാസമാശിക്കും ഞങ്ങളുടെ ജീവൻ ശ്രദ്ധയാകണമേ. ഓരോ കന്യകമറിയാവിനുണ്ടാകട്ടെ കന്യാത്വത്തിൽ വിരുളമാമോ രാജാധീശിറങ്ങി വസിച്ചവതൻ ഉദരത്തിൽ ഭൂയി സ്വർഗീതൽ സ്മൃതി വളരട്ടെ. കോട്ടയരായി പ്രാർത്ഥന തീരട്ടെ. ബാധ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ. വാഴ്വേറും ധർമ്മല കന്യക തന്നുദരത്തിൽ
നിലമോടുദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം തേ കർണത്താൽ അവനെ കൈക്കൊണ്ടുതരെ പേറി ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മവരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. ശ്രീവന്മാരെ കർത്താവോടായി ഭിന്നത സഹതൻ സന്താനങ്ങളിൽ ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ വായിച്ചിടുവാൻ പുസ്തകരതിനെ ചുറ്റുന്നു. സത്യവതാമോശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ. വൈദികവാദം ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്താൻ മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹതേ മാനിങ്ങൾ നാനാവിധ യാതനയെയും കൂസിടാതെ ഗളരുതിരത്താൽ കവളിമരംഗങ്ങൾ ഉളവാക്കി പീഡകളെ നിർനിഹമശിഹായെ സ്നേഹിച്ചോ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കാർത്തോമ പണ്ഡിത വൈദ്യരോഗത്തർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം നൽകിവരൻ. പാർത്താലിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമയങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുകനാഥ. കലഹിപ്പിക്കും ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാ ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി. ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിൽ എന്നെ സങ്കേതം ഞങ്ങൾക്കെമ്പുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്രീമായാധിപതേ അംഗീകരിച്ചും ചേർത്തകടത്താലും തരതാത്തരുതേ വിധികേകേ. ഭോജനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും ഇന്ത്യയുമേയും നക്തവുമോ തന്മേൽ കൃപ ചെയ്താലിൻ സ്നേഹ ശ്രീമാ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുതരങ്ങൾ ഇതമോട് കരുണാമയനീശോ ഭവനൽ സുഖമുക്തി. കേവലം വേണ്ട മശിഹായിൽ മൃതി കൊണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരു ദാനദിനം. വേടന്റെ കവറുകളിലും നിങ്ങളെഴുന്നേ ചതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും. മഹിമാവിൽ നീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാരാനാം സുതജീവപ്രദനെ കൃപ ചെയ്യുക. രാജപാലിനിയും ഹല്ലേലൂയ. വടക്കുമോന്നോ വടക്കത്തോടും വൈത്തോടും
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ രക്ഷയും ഘോഷിക്കുന്ന രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്നോ നമ്മുടെ ദൈവവും ജീവനവചനവും വ്യാപാര നാളുകളിൽ സംഭവിച്ചു. ഞാൻ സത്യമായ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ സർവ്വപാപങ്ങളും പറയുന്ന സർവ്വദോഷം ക്ഷമിക്കപ്പെടും. ഞാൻ പരിശുദ്ധാത്മാവിനുമായി ദോഷം പറയുന്നവൻ ഒരു നാളും മോചനം പ്രാപിക്കുകയില്ല. അവൻ നിത്യന്യായ വിധിക്ക് അർഹരായിത്തീരുന്നു. അവന് അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞു വന്നിരുന്നു. അനന്തരം അവന്റെ മാതാവ് സഹോദരന്മാർ അയച്ചു. പുരുഷാരമായി ഇരുന്നിരുന്നു. ഐക്യപ്പെട്ടവരോട് നിന്റെ മാതാവ് സഹോദരന്മാരിതാ പുറത്തുനിന്നെ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു. ഉത്തരമായവരോട് പറഞ്ഞു, എനിക്ക് മാതാവാരെ എനിക്ക് സഹോദരന്മാരെ പിന്നെ കിടക്കിലിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഇതാ എന്റെ മാതാവ്, ഇതാ എന്റെ സഹോദരന്മാർ, എന്നാൽ ദൈവം ആചരിക്കുന്ന എന്റെ സഹോദരി മാതാവ് എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവിന് മനുഷ്യൻ പുറപ്പെട്ടപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലം ചുറ്റി സഞ്ചരിച്ച് ആശ്വാസം അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് ഞാൻ പുറപ്പെട്ട എന്റെ ഭവനത്തേക്ക് തിരികെ ചെല്ലുമെന്ന് നിശ്ചയിക്കുകയും തിരിച്ചു വന്ന് ഭവനം ഒഴിഞ്ഞും അടിച്ചുവാരി അലങ്കരിക്കപ്പെട്ടതുമായിരിക്കുന്നതിനെ കാണുകയും ചെയ്യുന്നു. പിന്നെ അതുപോയതിനേക്കാൾ ദുഷ്ടതയുള്ള മറ്റേഴ് ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവരുന്നു. അനന്തരം അവ പ്രവേശിച്ചവരെല്ലാം വസിക്കുകയും അനയാ മനുഷ്യന്റെ അവസാനമായതിനേക്കാൾ കഷ്ടതരാകുകയും ചെയ്യുന്നു. ഈ ദുഷ്ടതലമുറയ്ക്ക് പ്രകാരനെ സംഭവിക്കും. യേശു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തിൽ സ്ത്രീ ഉച്ച സ്ഥലത്തിൽ അങ്ങേ വഹിച്ചവരും അവിടുന്ന് വിളിച്ചവരും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അവൻ അവളോട് ദൈവത്തിൽ കേട്ടതിനെ ആയിരിക്കുന്നവരാണ് ഭാഗ്യന്മാർ എന്ന് പറഞ്ഞു. ജനങ്ങൾ വന്നുകൂടിയപ്പോൾ അരിപ്രകാരം പറഞ്ഞു തുടങ്ങി, ഈ ദുഷ്ടവംശം അടയാളം അന്വേഷിക്കുന്നു. യോനാദിർശിയുടെ അടയാളമില്ലാതെ മറ്റൊരു അടയാളം ഇതിന് ലഭിക്കുകയില്ല. പോലെ മനുഷ്യരുടെ വംശത്തിനും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തിലെ രാജ്ഞി ന്യായസ്ഥാനത്തിന്റെ വംശത്തിലെ ആളുകളോടുകൂടി എഴുന്നേറ്റവരെ കുറ്റപ്പെടുത്തും. അവർ സർവമോന്റെ ജ്ഞാനങ്ങൾ കേൾക്കാൻ ഭൂമിയിൽ നിന്ന് വന്നു. സർവമോനേക്കാൾ ശ്രേഷ്ഠനിതാ ഇവിടെയുണ്ട്. ദിവാകരായ മനുഷ്യർ ന്യായസ്ഥാനത്തിൽ ഈ വംശത്തോടുകൂടി എഴുന്നേറ്റ് ഇതിനെ കുറ്റപ്പെടുത്തും. അവർ യോനായുടെ പുസ്തകത്തിൽ അവതരിച്ചു. യോനായുടെ ശ്രേഷ്ഠിതാഗ്രഹമുണ്ടെന്ന് നാം കൽപ്പിച്ചകൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. Bye.
ഹല്ലേലൂയ ഒരിയോനാകി മേലയിലുവാനായി മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും പുത്രി ഭൂപാലനി ഗംഭുവങ്കൽ സ്വാതന്ത്ര്യം ദേ കാണുന്നതിനാലേ യാചിക്കുന്നു നിർമ്മലമാണിക്യകല്ലേ നീ നിന്നിലുദിച്ച ഫലമായോനോ ദർത്തിക്കണമേ ഞങ്ങൾക്കായി കല്ലയവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽ സന്ദേശം കേൾപ്പിൻ സവിധം പുനരുദ്ധാനം ആപത്യത്തിൽ ജഡരൂപം നൽകിയൊരാജ്ഞം ആഹ്വാനത്താൽ അഴിവെന്നെ എഴുന്നേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലുമുണ്ടായിടട്ടെ. തന്നെ ആലോ ശുദ്ധനെ ബലവാനെ ഉശറ്റോനെ മൃദീന പരിശുദ്ധനെ കൃപാചെയ്തിടണമേ ശുദ്ധൻ നീ ആലോ ശുദ്ധൻ നീ ബലവാനേ ക്രൂശിതോനെ മൃദീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. ആലോ ശുദ്ധൻ നീ ബലവാനേ പരിശുദ്ധനെ കൃപാചെയ്തിടണമേ നാഥ കൃപാചെയ്തിടണമേ നാഥ കനിവാ കൃപ ചെയ്തിടണമേ. പ്രാർത്ഥനകളും കേട്ടിടവയാൽ കൃപ ചെയ്തിടണമേ. സ്തോത്രം
എന്റെ ദാസവാസത്തിനുമുകളിലായിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് അറിയാവുന്നു. ദോഷം നിന്നോട് എടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസ്തവത്തിന് സമീപിക്കുകയുമില്ല. എന്റെ നാഥന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവർ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലം നിന്നെ കെടുത്ത് പോയപ്പാതിരിപ്പാൻ അവർ തന്നെ ഭുജങ്ങളുമേൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും മഴവിനെയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും, ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷാവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ എത്തും, എന്റെ സഹായക്കാരൻ എവിടെ നിന്നും വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. ഇന്ന് നാൾ ഇസ്രായേലുകാർക്ക് ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് തന്നെ വലത് കൈകൊണ്ട് നിനക്ക് നിഴലിടും. പകലാത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സർവ്വദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ നീ കാത്തുകൊള്ളും. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു. നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ബഹുമാനം വിശുദ്ധിയും മഹത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ചിത്രിക്കപ്പെട്ട് മത്സ്യമെടുക്കപ്പെട്ട് മൂന്നാം ജീവനെയും മത്സ്യം വിധിപ്പാൻ തന്നോട് ഇനി പരിപാലിക്കുന്നു. വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്നവർക്കാവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോട് സ്തുതിക്കപ്പെടുന്നു. ദിവ്യന്മാർ സംസാരിച്ചതുമായ ജീവനും വിശുദ്ധമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് മനുഷ്യരോട് വരുവാൻ പുതിയ തീരുമാനങ്ങൾ പാർക്കുന്നു. സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയാ ഹല്ലേലൂയാ നിർമ്മലമാകിയ
അഭിഷിക്തമുഖം നിരൂപിക്കരുതേ നിന്ദാസന്താവീതിൻ മൂലം സാക്ഷിയും ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാള്
സഭയാകമാനമല്ല എല്ലാ ക്രൈസ്തവ സമൂഹവും കൊണ്ടാടുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ നാം ആയിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പറയുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എന്താണ് പരിശുദ്ധത എന്ന് പറയുവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് ശുദ്ധതയുള്ള അതിവിശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്ക് ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനവാൻ ദൈവത്തെ പ്രസവിച്ച നിർമ്മല കന്യക എന്നാണ് പറയുന്നത്. സകല വിശുദ്ധതകൾക്കും അപ്പുറം പരിശുദ്ധ ദൈവമാതാവ് ശ്രേഷ്ഠത ആർജിച്ചിരിക്കുന്നു. അതിൻ്റെ ആ നൈർമല്യം, ആ വിശുദ്ധത എന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ നാം ഓർക്കേണ്ടത് മെസിഹ എന്ന രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരുമെന്നും മാനവ സമൂഹത്തെ രക്ഷിക്കുമെന്നും വിശ്വസിച്ചിരുന്ന സമൂഹത്തിന് മുമ്പാകെ വേദപ്രമാണങ്ങളും നിയമപുസ്തകങ്ങളുമെല്ലാം വെളിവാക്കിയിരുന്നതായ ആ വലിയൊരു രഹസ്യം ഈ ലോകത്തിന്റെ രക്ഷകനായ മിശിഹ തുറക്കുമെന്നത് ആ രക്ഷകനാകുന്നതായ രാജാവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിക്കൊണ്ട് കാത്തിരുന്നതായ അനേകം രാജമന്ദിരത്തിലെ കന്യകമാരുണ്ടായിരുന്നു. അവർ കാത്തിരിക്കുകയാണ്. ലോകരക്ഷിതാവ് രാജാവല്ലേ, അവൻ തുറക്കുന്നത് ഞങ്ങളിലൂടെയായിരിക്കും. അവനെ വഹിക്കുവാൻ തക്കവണ്ണം തയ്യാറായ കന്യകമാരെല്ലാം ഒരുങ്ങിയിരുന്നു. രാജകൊട്ടാരത്തിലെ അന്തഃപുരങ്ങളിൽ അതിനുവേണ്ടിയുള്ളതായ തയ്യാറെടുപ്പുള്ളതായ പലരും ഒന്നുമല്ലാതായിരിക്കുകയാണ്. പക്ഷേ ഈ മറിയാം എന്ന് പറയുന്ന പിഞ്ചു ബാലിക ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരു രക്ഷകൻ പിറക്കുകയാണെങ്കിൽ അവന്റെ ദാസിയായി ഇരിപ്പാനെങ്കിലും തനിക്ക് അവസരം ലഭിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നുവെന്ന്. എന്തുമാവട്ടെ, അവളുടെ എളിമയും താഴ്മയുമായ ജീവിതം അവൾക്ക് ലഭിച്ചത് വചനമാകുന്ന ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ഉദരത്തിൽ പേറുവാനും മാത്രമല്ല, അതിനെ പ്രസവിക്കുവാൻ ബേത്ലഹേമിൽ പ്രസവിക്കുവാനും കാൽവറി വരെ അനുധാവനം ചെയ്യുവാനും തന്റെ മുൻപിൽ വെച്ച് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട് കുന്തത്താൽ കുത്തപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ അവിടെ അതിന് സാക്ഷിയായി നിൽപ്പാൻ വരെയുള്ളതായ സഹനത്തിൻ്റെയും ആ വലുതായിരിക്കുന്ന കഷ്ടപ്പാടുകളുടെയും അനുഭവം വരെ ഉൾക്കൊള്ളുവാനുള്ളതായ അവസരം അത് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രമാത്രം കാര്യങ്ങളാണ് വിശുദ്ധതയിൽ നിന്ന് വിശുദ്ധതയിലേക്ക് കന്യാമറിയാമെ ഉയർത്തിയതെന്ന് പിതാക്കന്മാർ പറയുന്നു. ഈ പിതാക്കന്മാരുടെ ചിന്താഗതി അനുസരിച്ച് കന്യകമറിയാമെ വിശേഷിപ്പിക്കുന്ന പല സംഗതികളും നമ്മൾ കാണുന്നുണ്ട്. അതിന് ഇപ്രകാരമാണ് പറയുന്നത്, നമ്മൾ പാടുന്നുണ്ട്. നിക്ഷേപിതജെപ്പും മുളപ്പൂണ്ടോരാഹരോൽവടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി അതായത് മന്ന നിക്ഷേപിച്ച ചെപ്പം. പിന്നെ അതിൽ പറയുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നു. അഹരോന്റെ തളിർത്ത വടിയതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ കാണുന്നത് ഇസ്രായേൽ ജനതയുടെ മധ്യത്തിൽ അവരെവിടെ പോയാലും അവരോട് കൂടെ ഉണ്ടായിരുന്ന വലിയൊരു സംഗതിയാണ് സമാഗമന കൂടാരവും
അതുപോലെ തന്നെ നിയമപ്പെട്ടകവും. നിയമപ്പെട്ടകം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യം അവർ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരെവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും അവർ പ്രവാസത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും അവരോടൊപ്പം യഹോവയുടെ നിയമപ്പെട്ടകവും ആ സമാഗമന കൂടാരവുമുണ്ട്. ആ സമാഗമന കൂടാരത്തിലുള്ള നിയമപ്പെട്ടകത്തിൽ ഇസ്രായേൽ മക്കളോട് യഹോവയാം ദൈവം കൽപ്പിച്ചു, അവർക്ക് മരുഭൂമിയിൽ വെച്ച് ഇന്നേ വരെ ലഭ്യമാകാതിരുന്നായ മന്ന ഭക്ഷിക്കുവാൻ കൊടുത്തപ്പോൾ നിങ്ങൾ നാളേക്ക് മാറ്റിവെക്കരുത് നമ്മൾ നിർവഹിച്ചു. എടുത്തു വെച്ചവരെല്ലാം പിറ്റേ ദിവസം മുഴുവായിപ്പോയി. അന്നത്തേക്കുള്ള ഭക്ഷണം അതുപോലെ കൊടുത്തു കഴിഞ്ഞപ്പോൾ യഹോവയാം ദൈവം മോശയോട് കൽപ്പിച്ചത് ചെയ്തു, നീ ഇതിൽ നിന്ന് ഒരു ഇടങ്ങഴി എടുത്ത് മാറ്റി ചെപ്പിലടച്ച് എവിടെ സൂക്ഷിക്കണം? നിയമ പെട്ടകത്തിനകത്ത് സൂക്ഷിക്കണം. അത് തലമുറ തലമുറയായി സകല തലമുറകൾക്കും അത് സാക്ഷ്യമായിരിക്കണം. പിതാക്കന്മാരെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ അവർക്ക് വിശന്നപ്പോൾ യഹോവയാം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത മന്നയാണത്. അതുകൊണ്ട് അത് ഇന്നേ വരെ കാണാത്തതും ഇനി കാണാനില്ലാത്തതുമായ സംഗതിയാകിയാൽ അതവരുടെ സാക്ഷ്യത്തിനായിട്ട് എടുത്തു വെക്കണമെന്ന്. ഈ മന്നയെ കുറിച്ച് പറയുമ്പോൾ സ്വർഗീയമായിരിക്കുന്ന ഒരു മന്നയാണ് നമുക്ക് ലഭ്യമായത്. ജീവൻ നിലനിർത്തുവാനും ജീവിതത്തെ പിടിച്ചു നിർത്തുവാനും സ്വർഗീയമായ ജീവിതത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന അത് ശരീര രക്തങ്ങൾ വിഭാഗിച്ചു തന്ന യേശുവാകുന്ന മന്നയെ, സ്വർഗീയ മന്നയെ സ്വീകരിപ്പാൻ തന്റെ ഉള്ളിൽ വഹിപ്പാൻ തക്കവണ്ണമുള്ളതായ വളരെ വലുതായ അനുഗ്രഹം സിദ്ധിച്ചവളാണ് കന്യകമറിയം. അതുകൊണ്ട് മന്ന നിക്ഷേപിച്ചതായ ചെപ്പന്നാരെ വിളിച്ചു, വിളിച്ചു. ഒന്നാമത്തെ സംഗതി. 2, അഹരോന്റെ തളിർത്ത വടി എന്താണെന്നറിയാവോ? ഇസ്രായേൽ ജനത്തിന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായി ആരെ നിയമിക്കുമെന്ന് വളരെ ചിന്തയായി. 12 ഗോത്രങ്ങളുണ്ട്. 12 ഗോത്രങ്ങളിൽ നിന്നും അർഹരായിരിക്കുന്നവരെ അവിടെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൈകളിലെ വടി നിയമപ്പെട്ടകത്തിനോട് ചേർന്ന് സമാഗമന കൂടാരത്തിൽ യഹോവയാം ദൈവത്തിന്റെ സാക്ഷ്യ കൂടാരത്തിൽ സാക്ഷ്യപ്പെട്ടകത്തിന്റെ അടുക്കൽ അത് വെക്കുക. യഹോവയുടെ സാക്ഷ്യത്തിന്റെ അടുക്കൽ അത് നിൽക്കുമ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ ഏതാണോ തളിർത്ത് വരുന്നത്, അത് തളിർക്കുന്നത് ഏതാണോ അതായിരിക്കും, അവരായിരിക്കും ആര്? ഇസ്രായേൽ ജനത്തിന്റെ പൗരോഹിത്യം വഹിക്കുന്നവൻ. അങ്ങനെ 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരായി അവരെ വടികൾ കൊണ്ടുവച്ചു. യഹോവയാം ദൈവം അവർക്ക് ദർശനം നൽകി. മുളച്ചു വന്നു അഹരോൻ. ലേവ്യഗൃഹത്തിൽപ്പെട്ട അഹരോന്റെ വടികൾ തളർത്തു വന്നു. ഇവിടെ ഇതാ രക്ഷയുടേതായിരിക്കുന്ന കൊമ്പ് മുളയ്ക്കുമെന്ന് പറയുന്നതായ ആ മുള ഇതാണ്. ആരാ? യേശു തമ്പുരാൻ. കന്യകമറിയാമിന്റെ ഉദരത്തിൽ മുളച്ചു വന്നതായ ആ ശ്രേഷ്ഠമായിരിക്കുന്ന മുള എന്ന് പറയുന്നത് യേശു തമ്പുരാനാണ്. ദാവീദ് ഗൃഹത്തിൽ നിന്ന് ഒരു മുളയെ പുറപ്പെടുവിക്കുമെന്ന് യഹോവയാം ദൈവം കൽപ്പിച്ചു. ലേവ്യഗൃഹത്തിൽപ്പെട്ടതായിരിക്കുന്ന ഈ കുടുംബത്തിൽ നിന്ന് അന്നത്തെ മുളയ്ക്കുമെന്ന് പറയുന്ന മുള ഇതാണ്. യഹോവയാം ദൈവം കൽപ്പിച്ചതിന് പ്രകാരം ആ അഹരോന്റെ വടിക്ക് സദൃശ്യമായി ലോകരക്ഷിതാവ് മുളയ്ക്കുവാൻ കാരണമായി തീർന്നത് എവിടെയാണ്? കന്യകമറിയാമിന്റെ ഉദരത്തിൽ. ഇനി മൂന്നാമത് പറയുന്നത് എന്താ? മൂന്നാമത് സമയം എന്തായിരുന്നു? നിയമപ്പെട്ടത്. അതിനകത്ത് നിയമത്തിന്റെ പലക, കൽപ്പനക. യഹോവയാം ദൈവം അങ്ങ് മലയിൽ വെച്ച്, സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് അഗ്നിയുടെ നടുവിൽ നിന്നുകൊണ്ട് നൽകിയതായ അതിശ്രേഷ്ഠമായിരിക്കുന്ന കൽപ്പന എന്താ? ഈ ജനത്തിൽ പാലിക്കുവാനുള്ള കൽപ്പനകൾ, 10 കൽപ്പനകൾ അവർക്ക് നൽകപ്പെട്ടു. ഈ കൽപ്പന അവൻ കൊണ്ടുവന്നു. അതിനെ സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ്? ഈ നിയമപ്പെട്ടകത്തിനകത്താണ്. ഈ സാക്ഷ്യപ്പെട്ടകത്തിനകത്താണ്, സാക്ഷ്യ കൂടാരത്തിനകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്.
അവിടെ വിവിധങ്ങളായിരിക്കുന്ന കൽപ്പനകളെ കൊടുത്തുവെങ്കിൽ ആ കൽപ്പനയെല്ലാം ഏകമാക്കി ഒരൊറ്റ കൽപ്പനയിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നവരെ കർത്താവായ യേശു തമ്പുരാൻ ഇവിടെ ഇതാ കന്യാമറിയാമെന്ന വിധത്തിൽ എന്തായാലും കൽപ്പന എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ശ്രേഷ്ഠമായ കൽപ്പന. ഈ കൽപ്പനയിൽ 10 കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ശ്രേഷ്ഠമായിരിക്കുന്ന കൽപ്പനകളാണെന്ന കൽപ്പനയാവുന്ന യേശുവിനെ വഹിക്കുവാൻ കന്യകമറിയാമിന് അതിശ്രേഷ്ഠമായിരിക്കുന്ന അവസരം ലഭ്യമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? നമ്മുടെ ഭവനം ഒരു സമാഗമന കൂടാരമായി മാറണം. യേശു വസിക്കുന്നതായിരിക്കുന്ന ഇടമായി മാറണം. ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബമായി മാറണം. ദൈവത്തിന്റെ കൃപകളെ പകർന്നു കൊടുക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബത്തെ മാറ്റണം. അവിടെ മാത്രമാണ് ഈ പറഞ്ഞ മാതിരി ദൈവത്തിന്റെ സാക്ഷ്യം ഉണ്ടാവുകയുള്ളൂ. ദൈവസാക്ഷ്യത്തെ വഹിക്കുന്നവനായി നാം മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു വിശ്വാസിയായി നമുക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ കന്യാമറിയാമിന്റെ ആ ജീവിതാനുഭവങ്ങളെ പകർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പലപ്പോഴും കുടുംബങ്ങളിലെ പല പ്രതിസന്ധികളെയും നമ്മൾ കാണുമ്പോൾ അവിടെ സ്വസ്ഥതയില്ലായ്മയും വിഷയങ്ങളും പ്രതിസന്ധികളും എല്ലാമാണ് ഒരുപാട് കാണുന്നത്. പലയിടത്തും കാണുന്ന സംഗതികളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, ഞങ്ങളെ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറയും, വിവാഹത്തിന് മുമ്പുള്ളതായ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവരോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായിരിക്കുന്ന 3 റിങ്ങുകളുണ്ടെങ്കിലാണ് 4ാമത്തെ റിങ്ങിന് സ്വസ്ഥത കിട്ടുള്ളൂ കേട്ടോ. എന്താണെന്നറിയാമോ? ജീവിതത്തിൽ റിങ് തരുമ്പോൾ ഒന്ന് ഷെയറിങ് ഉണ്ടാവണം, കെയറിങ് ഉണ്ടാവണം, സഫറിങ് ഉണ്ടാവണം. ഞാൻ പലപ്പോഴും പല വിവാഹത്തിലും പലപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുള്ള അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ റിങ്ങുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുവാനും പരസ്പരം കെയർ ചെയ്യാനും പരസ്പരം ഷെയർ ചെയ്യാനും സഫർ ചെയ്യാനൊക്കെയുള്ളതായ അവസ്ഥാവിശേഷം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് ഉരുണ്ടു പോകുന്നതായ ഈ ജീവിതം എന്ന് പറയുന്ന ചക്രം കറങ്ങുന്നതായ ആ സ്മൂത്തായിട്ട് കറങ്ങുന്ന വയറിന് പൊട്ടിപ്പോകാതിരിക്കും. ഇങ്ങനെ പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോകുമ്പോഴാണ് കടകട ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കടകട ശബ്ദം കഴിയുമ്പോൾ അതിന്റെ കടകട ശബ്ദമാകും ചിലപ്പോൾ അതങ്ങ് ഊരി തെളിച്ചു പോവുകയും ചെയ്തു. ഞാൻ പറയുന്ന ആളെ മനസ്സിലായിക്കാണ്. പല കുടുംബജീവിതങ്ങളും പൊട്ടിത്താകുന്നതിന്റെ കാരണങ്ങളാണ്. പരസ്പരം സഹിക്കുവാനോ ക്ഷമിക്കുവാനോ സഫർ ചെയ്യുവാനോ കഴിയുന്നില്ല. ആദ്യം കാണുന്നതായ ആ സന്തോഷത്തിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ പല പ്രയാസങ്ങളുമാണ്. ഞാൻ പറയും, ഒരു പുതിയ നോട്ട്ബുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജ് കാണുമ്പോൾ അതിൽ മെയിനായിരിക്കുന്ന പേജ് നല്ല രസമാണ്, നല്ല സന്തോഷം, വൃത്തിയായിട്ട് എഴുതും. അടുത്ത ദിവസം വൃത്തിയായിട്ട് എഴുതാനുള്ള മനസ്സില്ലാതെ വരുമ്പോൾ അതിനകത്ത് അല്പം മോശമാകും. പിന്നത്തെ പേജിലേക്ക് എഴുതാൻ വരുമ്പോഴത്തേക്കും വീണ്ടും അല്പം ഇത് തോന്നും, വീണ്ടും മോശമാകും. മോശമായി പോകുമ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ അത് കൊള്ളാത്താകും. മനസ്സിലാകുന്നുണ്ടോ? അത് കീറി പറഞ്ഞതായി തീരും. ജീവിതം ഇതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും ഓരോ പേജുകൾ അത് മനോഹരമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുമാണ്. മനോഹരമായി സൂക്ഷിക്കുവാൻ കഴിയാതെ വരുമ്പോൾ എന്ന് ആ മനോഹാരിത അതിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ, എന്ന് നമ്മൾ കെയർലെസ്സായി യാതൊരു വിധത്തിലുള്ള ചിന്തയുമില്ലാതെ അതിലൂടെ കടന്നു പോകുന്നുവോ, നേരം ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന താളപ്പിഴകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കുകയായി. ജീവിതം എന്ന് പറയുന്നത് മതില് കെട്ടിത്തിരിക്കുവാനുള്ളതല്ല, മറിച്ച് പാലമായി തീരേണ്ടതാണ്. മതിലും പാലവും നമ്മുടെ വ്യത്യാസം അറിയാമോ? മതിൽ കെട്ടിയാൽ അവിടെ മതി, ഇതിലെ വരണ്ട, അവിടെ മതി. ജീവിതത്തിൽ പലപ്പോഴും പല കുടുംബങ്ങളിലും കാണുന്നത്, പല മക്കളും അപ്പന്മാരും അതുപോലെ തന്നെ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ കാണുന്നത് ഇത് മതിലുകളാണ്. പല കുടുംബങ്ങളിലും വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്ത് സംസാരിക്കുന്ന കുടുംബങ്ങൾ അവരെ പലർക്കും കാണാം. തൊട്ടപ്പുറത്തിരിക്കുകയാണെങ്കിൽ പോലും പരസ്പരം സംസാരിക്കുവാൻ മനസ്സില്ലാതെ മുറികളിൽ മൊബൈലിന്റെ ഫോണിൽ കയറിയിരിക്കുന്ന ഒരാൾക്കാരെ കാണാം. മാതാപിതാക്കളോട് സംസാരിക്കുവാൻ പോലും മനസ്സില്ലാത്തതായ മക്കൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നതായ അത് മതി. കുടുംബത്തിൽ അപ്പുറത്തുള്ള മുറിയിരിക്കുമ്പോൾ പോലും പരസ്പരം കാണാൻ ഇഷ്ടമില്ലാത്തതായ മക്കളും മാതാപിതാക്കന്മാരും ഒക്കെയാണ് ഒരു സമൂഹത്തിലാണ് ഇന്ന് പോകുന്നത്. അവിടെ എന്താ മതിലുകളാണ്. ഒരു പാലമാണെങ്കിലോ പാലത്തിന് സ്വഭാവമുണ്ട്. ഇവിടെ നിന്ന് കയറിയാൽ അവിടേക്ക്, അവിടെ നിന്ന് കയറിയാൽ ഇവിടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ പരസ്പരമുള്ളതായ ഒരു ബന്ധമാണ്. ജീവിതത്തിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ ജീവിതത്തിലുള്ളതായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്.
അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ അവസാന 29-ാമത്തെ വാക്യം. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ എന്ന് ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? ചോദിച്ചു കൊടുക്കുക, അവനവനോട് ചോദിച്ചു കൊടുക്കുക. യഹോവേ, നീ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് അവിടെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ചോദിച്ചു കൊള്ളുക. ദൈവത്തിന്റെ കൃപകളാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭവനമായി തീരുവാൻ, നമ്മുടെ ഭവനമായി തീരുവാൻ തക്കവണ്ണം സാധിക്കുമെങ്കിൽ അവിടെ ആര് വസിക്കും? അതെന്തായി തീരും? സാക്ഷ്യപെട്ടകമായി തീരും. നമ്മൾ ഓരോരുത്തരും സാക്ഷ്യപെട്ടകങ്ങളായി തീരണം. നമ്മൾ ഓരോരുത്തരും സാക്ഷി സമാഗമന കൂടാരമായി തീരണം. നമ്മിൽ നിന്ന് ദൈവത്തിന്റെ കൃപ പരിരസിക്കുവാൻ സാധ്യമായി തീരണം. ദൈവം നമ്മിൽ വസിക്കുവാൻ സാധ്യമായി തീരണം. ഇല്ല എങ്കിൽ കുറച്ചു നേരത്തെ വായിച്ച പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ കഠിനമായി തീരുന്ന, സങ്കടമായി തീരുന്ന അവസ്ഥയിലേക്ക് ചെയ്യും. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും പരിശുദ്ധ ദൈവമാതാവിനെ പോലെ വിശുദ്ധിയുള്ളവരായി തീരുവാനും നമുക്ക് സാധ്യമായി തീരണം. ശുദ്ധതകളുടെ അതിവിശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കുമായി ഉപരിയായ സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മല കന്യകയുടെ ആ നൈർമല്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരുമെങ്കിൽ നാം, നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും സാക്ഷ്യ കൂടാതെ വഹിക്കുന്നതായ ഓരോ ഭവനങ്ങളായി തീരും. ആ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സജ്ജരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.